നാടകമായിരുന്നു അത്. പിന്നീട് സ്ക്രീൻ പ്ലേ ആയിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്ത് തിരിച്ച് ചോദ്യം ആർട്ടിക്കിൾ പറയും. അതായിരുന്നു അന്നത്തെ ഈ ഡിസ്കഷനിലെ മാതൃക. ദേവരാജൻ മാഷയുടെ ഒരു സംഗീത സംവിധാന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഓതൻറ്റിക്കാണ്. അതിലിപ്പോൾ ഒരു ഫോക്ക് ആണെങ്കിലും ഇതിപ്പോൾ കാറ്റടിച്ചു എന്നുള്ളൊരു ഫോക്ക് ബേസിൽ ചെയ്തിട്ടുള്ള പാട്ടാണ്. ഒരു ചാരുകേശി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ ആ രാഗമാണെന്ന് തോന്നാത്ത രീതിയിൽ അതിൻ്റെ ഫോക്ക് എലിമെൻറ്റ് മാത്രം എടുത്തിട്ട് ഒരു ഓപ്പൺ ത്രോട്ട് സിംഗിങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ. എന്നാൽ തന്നെ അതിനകത്തൊരു മെലഡിയും ഉണ്ട്. അതിനകത്തൊരു ഒരു സങ്കടവും ഉടനീളം നിഴലിക്കുന്നുണ്ട് ആ പാട്ടിൽ. വിൻസെൻ്റ് മാസ്റ്ററുടെ ചിത്രങ്ങളിലെ ചില മുദ്രകൾ അത് നമ്മുടെ മനസ്സിൽ ഹാതുരത ഉണർത്തുന്നതാണ്. അത് തികച്ചും കേരളീയമാണെന്ന് തന്നെ പറയാം. കാര്യം അസുരഭിത്തിലെ വടക്കൻ മലബാർ പ്രദേശങ്ങളിലെ ഒരു നിഷ്കളങ്കമായിട്ടൊരു ഗ്രാമീണത, അതൊന്നും ഇന്ന് പോയാൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അതുപോലെ മറ്റൊന്ന് തുലാഭാരത്തിലെ ചീനവലകൾ. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ കാറ്റടിച്ചു കാറ്റടിച്ചു എന്ന് പറയുന്ന പാട്ടിൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ഈ ചീനവല കാണിക്കുമ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ മുദ്രയാണ് ആ ചീനവലയിലൂടെ നമ്മുടെ മനസ്സിലെത്തുന്നത്. ഇന്ന് കൊച്ചിയിൽ പോയിട്ട് ഒരുപക്ഷെ ആ ചീനവലയ്ക്ക് അടുത്ത് നിൽക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഈ കാറ്റടിച്ചു എന്നുള്ള പാട്ട് കടന്നു വരും. അതൊക്കെ ഒരു ചിത്രത്തിൽ അത് തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികം മാത്രമല്ല, അതൊരു ചരിത്ര സംഭവമാണ്. അതിൻ്റെ ഒരു വക്താവാണ് വിൻസെൻ്റ് മാസ്റ്റർ. കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. തോപ്പിൽ ഭാസിയുടെ അശ്വമേധം എന്ന നാടകം അത് പിന്നീട് സുപ്രിയ ചലച്ചിത്രമാക്കി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അന്ന് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ കുഷ്ഠരോഗം ബാധിച്ചവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതും അവരുടെ മാനസികമായിട്ടുള്ള വ്യഥകളും ഒക്കെയാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് 7 രാവുകൾ മാത്രം ബാക്കി നിൽക്കും ഒരു പെൺകുട്ടി കുഷ്ഠരോഗിയാണെന്ന് അറിയുന്നതും ആ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ആ വിവാഹം മാറിപ്പോകുന്നതായിട്ടുള്ള അതുകൂടെ കുറച്ചുകൂടെ സിനിമ സജീവമാണ്. പക്ഷേ എങ്കിലും അങ്ങനെ ഒറ്റപ്പെടുന്നവരെല്ലാം കൂടെ നൂർനാട് ലെപ്രസി സെൻറ്ററിൽ കഴിയുന്നതും അതിന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഡോക്ടറിൻ്റെ ദൗത്യവും ഒക്കെ സിനിമയിലുണ്ട്. പക്ഷേ സമൂഹത്തിൽ നിന്ന് ഒരു അസുഖം ബാധിച്ചിട്ട് ഒറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണോ അതിനെ ഗംഭീരമായിട്ട് വയലാർ രാമവർമ്മ എഴുതിയിരിക്കുന്ന പാട്ടാണ് കറുത്ത ചക്രവാളം അതിരുകൾ തൂറും എന്നുള്ള പാട്ട്. ആ പാട്ടിനകത്ത് വിൻസെൻ്റ് മാസ്റ്റർ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഈ നിഴലും വെളിച്ചവും വെച്ചിട്ടുള്ള ഒരു ഇന്ദ്രജാലം തന്നെ അതിനകത്ത് കാട്ടിയിട്ടുണ്ട്. നമ്മൾ പുഴുകുത്തി നിൽക്കുന്ന മനുഷ്യർ അത് അവരുടെ നിഴലുകളെപ്പോലും അവർ ഭയക്കുന്നു, ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന അവരുടെ മാനസിക വ്യാപാരങ്ങളാണ് ആ പാട്ടിലൂടെ അദ്ദേഹം സമർത്ഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. സുശീലാമ്മയുടെ കറുത്ത ചക്രവാളമതിരുകൾ ചൂഴും കാരാഗൃഹമാണു ഭൂമി. ഈ പാട്ടെന്ന് പറഞ്ഞാൽ അശ്വമേധം എന്ന ചിത്രത്തിൽ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ വളരെ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമ ആണ് അന്ന് വിൻസെൻ്റ് മാഷ് അന്ന് ഇറക്കിയത്. അശ്വമേധം നാടകമായിരുന്നു, അതിനെ മാഷ് ചലച്ചിത്രമാക്കി. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ആ നായികയ്ക്ക് കുഷ്ഠരോഗം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അത് ആ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിങ്ങി നിന്ന് പാടുന്ന പാട്ടാണ്. ഈ പാട്ടിൽ വർണ്ണ ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചോ വികൃതമായി. അതൊക്കെ കേട്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തുള്ളൊരു ഷോട്ടുണ്ട്.
മാഷ് എടുത്തിരിക്കുന്ന ആ ഒരു ഷോട്ട്, ആ നിഴലെല്ലാം കൂടെ വന്ന് നിൽക്കുന്നത്, അത് കണ്ടാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങ് വിങ്ങിപ്പോകും.